Hello students, welcome to the 7th session of 5th module. In the previous session we have learned about spring mass system and we have found the natural frequency of an undamped free vibration system in terms of stiffness and mass of the spring, right? And omega n is equal to root k by m. Now we will move to the section called degree of freedom. So എന്താണ് ഈ degree of freedom? So the number of degrees of freedom of a physical system is the number of independent spatial coordinates required to define the configuration of the system. എന്നാൽ DOF, degree of freedom DOF എന്ന് വെച്ചാൽ is the number of independent coordinates, independent spatial coordinates ആണ്. ടൈം കോർഡിനേറ്റ് അല്ല, സ്പേഷ്യൽ കോർഡിനേറ്റ്സ്. സ്പേഷ്യൽ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് എന്നുള്ള സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ആണ് വേണ്ടത്? റിക്വയർഡ് to define the configuration of system. ഒരു സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ഡിഫൈൻ ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് വേണം, ആ നമ്പറാണ് ആ സിസ്റ്റത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ എ റിജിഡ് ബോഡി ഇൻ സ്പേസ് ഹാസ് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഒരു റിജിഡ് ബോഡി എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? അതായത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ തന്നെ 3 ഡിഗ്രി ഓഫ് ഫ്രീഡമായി, 3 ഡിഗ്രി ഓഫ് ഫ്രീഡമായി. അതേപോലെ തന്നെ എക്സ് ആക്സിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാം, വൈ ആക്സിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാം, ഇസഡ് ആക്സിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അഗെയിൻ 3, ടോട്ടൽ എത്ര? 6, 3 + 3, 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് സ്പേസിൽ ഒരു റിജിഡ് ബോഡിക്ക് സ്പേസിൽ ഉണ്ടാവുന്ന മാക്സിമം. കാരണം 3 റെക്ടിലിയർ മോഷനും 3 ആംഗുലർ മോഷനും പോസിബിൾ ആണ് അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം കൺസ്ട്രെയിൻ ചെയ്യപ്പെടുമ്പോൾ, ഏതെങ്കിലും ഒരു മോഷൻ കൺസ്ട്രെയിൻ ചെയ്യപ്പെടുമ്പോൾ, സപ്പോസ് ഇവിടെ ഒരു കൺസ്ട്രെയിൻ വെച്ചാൽ ഇറ്റ് കനോട്ട് മൂവ് എക്സ് ആക്സ് ഇൻ പാരലൽ ടു എക്സ് ആക്സ്. ഇവിടെ ഒരു കൺസ്ട്രെയിൻ വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസ് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം കുറഞ്ഞു, 5 ആയി. അങ്ങനെ കൺസ്ട്രെയിൻസിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കുറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലേ? സപ്പോസ് നമ്മളൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ഉണ്ട്. ഈ മാസ്, ഇത് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് കെ. ഇപ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് താഴേക്ക്. ഇതിൻ്റെ മൂവ്മെൻറ്റ് ഡിപ്പിക്റ്റ് ചെയ്യാൻ നമുക്ക് എക്സ് എന്നുള്ളൊരു കോർഡിനേറ്റ് മതി. അപ്പോൾ ഇതിൻ്റെ, കാരണം ഇത് ഈ എക്സ് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ താഴേക്ക് മുകളിൽ വെർട്ടിക്കലി അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ളൊരു ടു ആൻഡ് ഫ്രോ മോഷനേ ഉള്ളൂ. അപ്പോൾ ഡിഫൈൻ ചെയ്യാൻ ഒറ്റൊരു കോർഡിനേറ്റ് എക്സ് മതി. സോ ഇത് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റമാണ്, സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റമാണ്. അതേപോലെ തന്നെ ഒരു പെൻഡുലം, സപ്പോസ് പെൻഡുലം ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇതിനൊരു മാസ് കൊടുത്തു, കുറച്ച് കഴിയുമ്പോൾ മാസ് ഇവിടെ എത്തി. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ തീറ്റയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തി, ഇത് തീറ്റ 1 ആണെങ്കിൽ ഇത് തീറ്റ 2. അപ്പോൾ ഒരു തീറ്റ എന്നുള്ള ഒറ്റൊരു പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. സോ ദിസ് ഈസ് ഓൾസോ എ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. Okay, so when the mass is when the mass is constrained to move in a vertical direction only, the displacement of the mass will be same as that of the spring. Okay. So here only one coordinate required to specify the position of the simple pendulum, that is theta. So the values of അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരു സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം എന്ന് പറയാം. പക്ഷെ ഇവിടെ നോക്കാം, നമ്മൾ വേറൊരു എക്സാം നോക്കാം. സപ്പോസ് ഒരു സ്പ്രിങ് ഉണ്ട്, ഒരു മാസ് M1 ഉണ്ട്, വീണ്ടും ഒരു സ്പ്രിങ് വന്നു, അതിൻ്റെ ഒന്നിച്ച് വീണ്ടും ഒരു M2. അപ്പോൾ ഒരു സ്പ്രിങ് ഉണ്ട്, അതിൻ്റെ രണ്ടറ്റത്തും ഒരു മാസ് ഉണ്ട്. ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് മാസ് അറ്റാച്ച് ചെയ്തു, ആ മാസിന് വീണ്ടും ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തു, റൈറ്റ്? അപ്പോൾ എന്ത് മോഷൻ വന്നു? ഈ സ്പ്രിങ്ങിന് ഒരു x1 എന്നുള്ള മോഷൻ വന്നു, ഈ സ്പ്രിങ്ങിന് ഒരു x2 എന്നുള്ള മോഷൻ. സോ ഹിയർ ഡിഫറെൻറ്റ് കോർഡിനേറ്റ്സ്, രണ്ട് ഡിഫറെൻറ്റ് കോർഡിനേറ്റ്സ് വന്നു. x1 വേണം, x2 വേണം, ഇതിൻ്റെ കോൺഫിഗറേഷൻ ഡിറ്റർമിൻ ചെയ്യും. സോ ദിസ് ഈസ് എ ഡബിൾ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇറ്റ് ഹാസ് ഗോട്ട് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം, 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, സിമിലർലി ഒരു പെൻഡുലം ഉണ്ട്. പക്ഷെ പെൻഡുലത്തിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മാസ്, ഈ മാസ് ഇങ്ങനെ
ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനെന്ത് വന്നു, ഒരു തീറ്റ എന്നുള്ളതും വന്നു, ഇവിടെ ഒരു എക്സ് എന്നുള്ള ഒരു വേറൊരു, കാരണം ഇതിന് ഇലോങ്ങേഷനും വരും, ഇതിന് ഓസിലേഷനും വരും. ഇലോങ്ങേഷനും ഉണ്ട്, ഓസിലേഷനും. അപ്പോൾ തീറ്റയും ഉണ്ട്, എക്സും ഉണ്ട്. ഇതും എന്താണ്, ഒരു 2 degree of freedom ഉള്ള ഒരു സിസ്റ്റം. 2 degree of freedom ഉള്ള സിസ്റ്റം. So when the spring mass system are constrained to move in a vertical plane, only 2 coordinates are required to specify the configuration system. Hence, this is a 2 degree of freedom system. Here, the pendulum is moving, but the pendulum is attached to a spring. So there is an elongation for the spring as well as angular displacement. So we require both theta and x to determine the configuration system. So this is also a 2 degree of freedom system. But in our chapter or in our course, we are only asked to study about single degree of freedom system. So we have mainly concentrated on a single degree of freedom system only. Okay. Now we will study more about a spring model, spring mass model. നമ്മളൊരു സിംഗിൾ ഡിഗ്രി ഓഫ് സ്പ്രിംഗ് മാസ് മോഡലാണ് പഠിച്ചത്. പക്ഷേ അവിടെ ഒരു ഒറ്റ സ്പ്രിങ് ആയിരുന്നു, ഇങ്ങനെ അറ്റാച്ച് ചെയ്ത സ്പ്രിങ്ങിന്, ഒറ്റ സ്പ്രിങ്ങിന് ഒറ്റ മാസ് എം കെ. ബട്ട് വാട്ട് വിൽ ഹാപ്പൺ എ കേസ് വേർ there are 2 springs attached to a single mass with spring stiffness K1 and K2, or 3 times 3 springs K1, K2, K3. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് എന്താണ്, ഒരു ഇക്വലൻ്റ് സ്പ്രിങ് സ്റ്റിഫ്നെസ് കാണും, ഇക്വലൻ്റ് സ്പ്രിങ്. അതേപോലെ സപ്പോസ് പാരലായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം, 2 സ്പ്രിങ് ഇങ്ങനെ പാരലായിട്ട് K1, K2 ഒരു സിംഗിൾ മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് സീരീസ് കണക്ഷനാണ്, ഇതെന്താണ്, പാരലൽ കണക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിസിറ്റിയുടെ കേസിൽ അല്ലെങ്കിൽ നിങ്ങൾ കറണ്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ കേസിൽ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ സ്പ്രിങ്ങിൻ്റെ കേസിലും സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ. സോ ഇഫ് എ നമ്പർ ഓഫ് സ്പ്രിങ്സ് ഹാവിംഗ് സ്റ്റിഫ്നെസ് K1, K2 and K3 can be replaced by a single spring of stiffness. അപ്പോൾ ഇതിനെ നമുക്കൊരു സിംഗിൾ സ്പ്രിങ് ഓഫ് സ്റ്റിഫ്നെസ് K വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, വിച്ച് ഗീവ്സ് സെയിം എഫക്റ്റ്. K1 K2 K3 ഒന്നിച്ച് യൂസ് ചെയ്താൽ കിട്ടുന്ന സെയിം എഫക്റ്റ് തരുന്ന ഒരു സ്പ്രിങ്, അതിൻ്റെ സ്റ്റിഫ്നെസ് K ആണെങ്കിൽ ദാറ്റ് K ഈസ് നോൺ ആസ് ഇക്വലൻ്റ് സ്റ്റിഫ്നെസ്. K1 K2 K3ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് ആണ് K. കാരണം K1 K2 K3 ഒന്നിച്ചേരുന്ന എഫക്റ്റ് K ഒറ്റയ്ക്ക് തരുന്നുണ്ടെങ്കിൽ ആ Kനെ നമ്മൾ ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് വിളിക്കും, ഇക്വലൻ്റ് സ്റ്റിഫ്നെസ്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അഗെയിൻ നമ്മളെ സെയിം സീരീസ് എം എന്നില്ല മാസ്. ആ മാസിന് എന്തുണ്ടാവും, ഒരു ഡെൽറ്റ എന്നുള്ള സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. K1 കാരണം ഒരു Δ1, K2 കാരണം ഒരു Δ2, K3 കാരണം ഒരു Δ3. മൊത്തത്തിലുള്ള ഡിഫ്ലക്ഷൻ ഡെൽറ്റ ആണ്. അപ്പോൾ ഡെൽറ്റ എന്ന് വെച്ചാൽ എന്തായിരിക്കും, Δ1 പ്ലസ് Δ2 പ്ലസ് Δ3 ആയിരിക്കുമല്ലോ. പക്ഷേ എം ജി എന്ന് പറയുന്നത് എന്തായിരിക്കും, K ഇൻറ്റു ഡെൽറ്റക്ക് ഈക്വലാണ് അല്ലേ. എം ജി ഈസ് ഈക്വൽ ടു K ഇൻറ്റു Δ1 പ്ലസ് Δ2 പ്ലസ് Δ3. അല്ലെങ്കിൽ ബെറ്റർ എം ജി കൊണ്ട് K ഡെൽറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എന്നുള്ളത് K ബൈ എം ജി, സോറി ഡെൽറ്റ എന്താണ്, K ബൈ എം ജി അല്ല, എം ജി ബൈ K ആണ്. എം ജി ബൈ K എന്ന് എഴുതാം. പക്ഷേ ഡെൽറ്റ ഇസ് ഈക്വൽ ടു Δ1 പ്ലസ് Δ2 പ്ലസ് Δ3 ആണ്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു Δ1 പ്ലസ് Δ2 പ്ലസ് Δ3 ആണ്. ഡെൽറ്റ വെച്ചാൽ എന്താണ്, എം ജി ബൈ K ആണ്. K എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇവിടെ, K ഇ. ഡെൽറ്റ എന്ന് വെച്ചാൽ ഈ മാസിനുണ്ടാകുന്ന സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ മൊത്തത്തിൽ. ഇതിപ്പോൾ ഈ മാസിനെ അറിയില്ല, ഇത് 3 സ്പ്രിങ് വെച്ചിട്ടാണോ ഒറ്റ സ്പ്രിങ് വെച്ചിട്ടാണോ എന്ന് അറിയില്ല. പക്ഷെ മാസിന് ഒരു സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് 3 ഒന്നിച്ച് തരുന്ന ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ 3 ഒന്നിച്ച് ഒരു ഒറ്റ സ്പ്രിങ് ആയാലും 3 ഡിഫറെൻറ്റ് സ്പ്രിങ് ആയാലും ആ മാസിന് കിട്ടുന്ന ഡിഫ്ലക്ഷൻ ഡെൽറ്റയാണ്. അപ്പോൾ ഡെൽറ്റക്ക് പകരം നമുക്ക് എന്ത് എഴുതാം,
എം ജി ബൈ ഡെൽറ്റ എം ജി ബൈ കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഡെൽറ്റക്ക് പകരം നമുക്ക് അതൊരു ഇക്വാലൻ്റ് സ്പ്രിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈ K1 K2 K3 മൂന്ന് സ്പ്രിങ്ങിന് പകരം ഒറ്റ സ്പ്രിങ് ആണെങ്കിൽ എത്ര ഡിഫ്ലക്ഷൻ തരും? അതേ ഡിഫ്ലക്ഷനാണ് മൂന്ന് ഒന്നിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വെച്ചാൽ K-നാണ്. പക്ഷേ ഡെൽറ്റ 1 വരുന്ന ഡിഫ്ലക്ഷൻ എന്താണ്? എം ജി ബൈ K1 ആണ്. ഡെൽറ്റ 2 എം ജി ബൈ K2 ആണ്. എം ജി ബൈ K3 ആണ് അല്ലേ? എം ജി ക്യാൻസൽ ചെയ്താൽ സീരീസ് കണക്ഷനിൽ 1/K ഈസ് ഈക്വൽ ടു 1/K1 പ്ലസ് 1/K2 പ്ലസ് 1/K3 ഫോർ സീരീസ് കണക്ഷൻ. അതാണ് സ്പ്രിങ്ങിൻ്റെ സീരീസ് കണക്ഷൻ. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു പാരലൽ കണക്ഷൻ ആണെങ്കിലോ, സെയിം മാസ് എം, പക്ഷെ ഇവിടെ K1 K2 K3 ആണ്. ഇവിടെ ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ K1ൻ്റെ ഡിഫ്ലക്ഷൻ, K2യുടെ ഡിഫ്ലക്ഷൻ, K3യുടെ ഡിഫ്ലക്ഷൻ ഒന്നും വേറെ ആയിരിക്കില്ല. കാരണം ഒറ്റ ഡിഫ്ലക്ഷനേ ഉള്ളൂ. ഇതാണ് ഡെൽറ്റ. അപ്പോൾ ഇതും ഡെൽറ്റ ആയിരിക്കും, ഇതും ഡെൽറ്റ ആയിരിക്കും, ഇതും ഡെൽറ്റ ആയിരിക്കും. കാരണം ഡിഫ്ലക്ഷൻ സെയിം ആണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ എന്നുള്ള ഇക്വലൻ്റ് ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഡെൽറ്റ ഐ എന്ന് വെച്ചാൽ ഡെൽറ്റക്ക് ഈക്വൽ ആണ്. ഡെൽറ്റ 1 ആയാലും ഡെൽറ്റ 2 ആയാലും ഡെൽറ്റ 3 ആയാലും ഡെൽറ്റ തന്നെയാണ്. വേറെ വേറെ ഡിഫ്ലക്ഷൻ ഇല്ല ഓരോ സ്പ്രിങ്ങിനും. കാരണം പാരലൽ കണക്ഷൻ അല്ലേ. സോ എം ജി ഈസ് നത്തിങ് ബട്ട്, എം ജി എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഡിവൈഡ് ആയി പോകുന്നത് ഈ ടോട്ടൽ ഫോഴ്സ് ഉണ്ട്. താഴേക്കുള്ള എം ജി എന്നുള്ള ഫോഴ്സ് K1 ഇൻറ്റു ഡെൽറ്റ പ്ലസ് K2 ഇൻറ്റു ഡെൽറ്റ പ്ലസ് K3 ഇൻറ്റു ഡെൽറ്റ. അതായത് എം ജി ഇസ് ഈക്വൽ ടു K1 ഫോഴ്സാണ് എന്താണ് ഡിവൈഡ് ആയി പോകുന്നത്. സീരീസിൽ എന്താണ് ഡിഫ്ലക്ഷൻ ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 ആയിട്ട് ഡിവൈഡ് ആയി പോകും. പക്ഷേ ഫോഴ്സ് സെയിം ആയിരിക്കും. ഇവിടെ ഫോഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. K1 ഡെൽറ്റ ഉണ്ട് പ്ലസ് K2 ഡെൽറ്റ ഉണ്ട്, K3 ഡെൽറ്റ. ഈ മൂന്ന് ഫോഴ്സിൻ്റെ സമ്മാണ് എം ജി. പക്ഷേ ഡെൽറ്റ സെയിം ആണ്. അതാണ് പാരലൽ കണക്ഷൻ്റെ വ്യത്യാസം. അപ്പോൾ K1 ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ കോണായതുകൊണ്ട് K1 പ്ലസ് K2 പ്ലസ് K3 ആണ് ഇൻറ്റു ഡെൽറ്റ എം ജി. പക്ഷേ എം ജി ക്യാൻ ബി റിട്ടേൺ സം K ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് ഇൻറ്റു ഡെൽറ്റ എന്ന് എഴുതാം. ഡെൽറ്റ ഐ എന്ന് എഴുതാം. അപ്പോൾ K ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? K1 പ്ലസ് K2 പ്ലസ് K എന്ന് വെച്ചാൽ K1 പ്ലസ് K2 പ്ലസ് K3. അപ്പോൾ പാരലൽ കണക്ഷനിൽ ഇക്വാലൻ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് സമ്മാണ്. സീരീസ് കണക്ഷനിൽ 1/K ഈക്വൽ ടു 1/K1 പ്ലസ് 1/K2 പ്ലസ് 1/K3. നോക്കാം. 80 Newton weight is hung on the end of the helical spring and is set vibrating vertically. Weight makes 4 oscillations per second. Determine spring of spring. നമുക്ക് ഒരു സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ്ങിൽ ഒരു 80 ന്യൂട്ടൺ എം ജി എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ ആണ്. താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. മാസിൻ്റെ വെയിറ്റ് 80 ന്യൂട്ടൺ ആണ്. സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് K അൺനോൺ ആണ്. ബട്ട് ഇതിൻ്റെ ഓസിലേഷൻ 4 ഓസിലേഷൻസ് പെർ സെക്കൻഡ് വെച്ചാൽ FN നാച്ചുറൽ ഫ്രീക്വൻസി 4 ആണ്. 4 പെർ സെക്കൻഡ് ആണ് 4 എന്ന് പറയാം. അപ്പോൾ FN-ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 1/2π √K/m എന്നല്ലേ. 1/√. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു 1/2π√K/m നമുക്കറിയാം. സോ നമുക്ക് 4 ഇൻറ്റു 2π ഈസ് ഈക്വൽ ടു √K/m എന്ന് കിട്ടും. എം വെച്ചാൽ എന്താണ്? വെയിറ്റ് ബൈ ജി ആണ്. ദാറ്റ് മീൻസ് 80/9.81 ആണ്. അതവിടെ വെക്കുക. സോ ഇവിടെ എമ്മിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന് റൂട്ട് കളയാൻ വേണ്ടിയിട്ട് ഇതിന് സ്ക്വയർ ചെയ്യാം, ഇതിന് സ്ക്വയർ ചെയ്യാം. 4 ഇൻറ്റു 2π സ്ക്വയർ, ദാറ്റ് മീൻസ് 4 സ്ക്വയർ ഇൻറ്റു 2π ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് 2π ഹോൾ സ്ക്വയർ വെച്ചാൽ 4 ഇൻറ്റു π സ്ക്വയർ ഈക്വൽ ടു K/80/9.81. K is 4 cube into pi square into 80/9.81. Solve ചെയ്ത് കഴിഞ്ഞാൽ you will get K as 5151 യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ. ഇങ്ങനെയാണ് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ്.
നമുക്ക് കുറച്ചും കൂടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. സോ വിത്ത് ദിസ് കൺക്ലൂഡ് ദിസ് സെഷൻ. താങ്ക് യു.